എല്ലാവർക്കും ലക്ഷ്മീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നൊരു ഗാർഡൻ വീഡിയോ ആണ്. എൻ്റെ ഗാർഡനിലെ തുളസി ചെടിയാണ് കാണിക്കുന്നത്. നല്ല മഴയൊക്കെ ആയിട്ടേ തുളസിയൊക്കെ അങ്ങ് നന്നായിട്ട് വളർന്നായിരുന്നു. അത് മാത്രമല്ല നന്നായിട്ട് പൂവിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് തുളസി ചെടി എന്ന് പറയുന്നത് വലിയ പരിചരണം ഒന്നും ഇല്ലാതെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ പൂവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതേ ഈ പൂക്കളൊക്കെ തുളസി പൂവിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിന് പുതിയ പുതിയ ശിഖരങ്ങൾ സൈഡിൽ നിന്ന് വരത്തുള്ളൂ. പിന്നെ നമുക്ക് വിത്തിന് വേണമെങ്കിൽ ഇത് നിർത്തിയിരിക്കാം. പിന്നെ ഏകദേശം വിത്തൊക്കെ ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരുപാടായിപ്പോയി. അപ്പൊ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് എന്തായാലും വിത്ത് വീണ് തൈകൾ ഒത്തിരി ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഈ തുളസി ചെടി കുറച്ചൊക്കെ ഞാൻ നിലത്തും പിന്നെ കുറച്ച് ചെടിയൊക്കെ ചട്ടിയിലൊക്കെയാണ് നിർത്തിയിട്ടുള്ളത്. അങ്ങനെ വലിയ ചട്ടിയൊന്നും വേണ്ട, ചെറിയ ചട്ടിയൊക്കെ മതി ഇത് നടാൻ. ചെറിയ ചട്ടിയിലായിരുന്നാലും തുളസി അങ്ങ് വളർന്നോളും. വളം കൊടുക്കണ്ട, കുറച്ച് വെള്ളം മാത്രം കൊടുത്താൽ മതി. വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ ഈ പ്രൂൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ മുകളിലോട്ട് തുളസി ഈ ഭാഗത്തോട്ട് നന്നായിട്ട് വെള്ളം തളിച്ചു കൊടുക്കുക. ഇത് അതിന്റെ ചുട്ടിലോട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. അവിടെ കിടന്നത് പൊടിച്ചെടുത്തു. നന്നായിട്ട് പടർന്നിട്ടുണ്ട് തുളസി ചെടി. ഉണ്ടോ? അതെ, കൃഷ്ണ തുളസിയാണ്. ഈ തണ്ട് കണ്ടോ, നീല കളറിൽ കണ്ടോ? ഇത് അതാ കൃഷ്ണ തുളസി. പിന്നെ ഇവിടെ മിക്കവാറും ഈ തുളസിയില കൊണ്ടിട്ടാണ് ഞാൻ കട്ടൻ തേയില ഇട്ട് കുടിക്കുന്നത്. മിക്കവാറും തൊണ്ട പ്രശ്നം, അതുകൊണ്ട് എന്നും തുളസിയില ഞാൻ എടുത്ത് കട്ടൻ തേയില ഇടാറുണ്ട്. പിന്നെ ഇവിടെ വരുന്നവരൊക്കെ എപ്പോഴും ഈ തുളസിയുടെ വിത്തങ്ങ് ചോദിക്കാറുണ്ട്. ഒരുപാട് വിത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തൈയായിട്ട് ഇത്ര വലിയ ചെടിയാണ്, നമുക്ക് പെട്ടെന്ന് തൈയായിട്ട് എടുക്കാൻ പറ്റത്തില്ലല്ലോ. വിത്ത് ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാറില്ല, അത്ര തന്നെ. പിന്നെ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ടേ തൈയൊക്കെ ഒത്തിരി പൊടിച്ചു വരും. ഉം. തുളസി ചെടി കട്ട് ചെയ്തുകൊണ്ട് ഇരുന്നപ്പോഴാണ് ഞാനൊരു കാര്യം കണ്ടത്. ഇതിന് ഇടയ്ക്ക് ഇതാ അടീനിയം വിത്തായിട്ട് നിക്കുക. ഇതാ കണ്ടോ, ഇത് സിംഗിൾ പെറ്റലാണ് കേട്ടോ. പിന്നെ പിന്നെ ഇതൊരു ജമന്തി ചെടിയായിരുന്നു. പൂവൊക്കെ ഇട്ട് കഴിഞ്ഞ് കരിഞ്ഞങ്ങ് പോയായിരുന്നു. അപ്പൊ ഇതുകൂടി അങ്ങ് കട്ട് ചെയ്ത. അങ്ങനെ തുളസി ചെടി അങ്ങനെ പ്രൂൺ ചെയ്ത് ഏകദേശം ഞാൻ കുറച്ചൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വിത്തിന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുക. ഒരുവിധം ഉണങ്ങിയതൊക്കെയാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്. പിന്നെ നമ്മളിപ്പോ ഈ തുളസി ചെടിയെ ഈ ഒരു ഭാഗത്തുനിന്ന് ഇതാ ഇത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞത്. കട്ട് ചെയ്ത് കളയുമ്പോൾ അതിനിപ്പോ വീണ്ടും ഇതിന്റെ ഈ രണ്ട് വശത്തുനിന്ന് പുതിയ പുതിയ പൊടിപ്പുകൾ ഉണ്ടാകാറുണ്ട്, തളിരിട്ട് വരാറുണ്ട്. ഇതാ ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇതുപോലെ തളിര് ഉണ്ടാകാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ തുളസിയെ എപ്പോഴും പൂവിട്ട് കഴിഞ്ഞാൽ വിത്തിന് വേണമെങ്കിൽ നിർത്തുക. അത് വേണ്ടെങ്കിൽ നമ്മൾ ഇതിങ്ങനെ വരുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് വയ്ക്കുക. പിന്നെ ഇതിന്റെ ഈ ഭാഗത്തുനിന്ന് ഇത് ഞാൻ ഇതിന് മുന്നേ ഒരിക്കൽ കട്ട് ചെയ്ത് കൊടുത്ത ഈ ഭാഗത്തുനിന്ന് കട്ട് ചെയ്ത് കൊടുത്തതാ. അപ്പൊ അതിനുശേഷം
ഇത് ഇത്രയും തളിരുകൾ ഉണ്ടാകും. അപ്പൊ ഇതേപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു കൊടുക്കാം. തുളസി നന്നായിട്ട് പടർന്ന് ഇത്ര ശിഖരങ്ങളോട് നമുക്ക് കിട്ടും. ഒരൊറ്റ ചെടി കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വലിയൊരു തുളസി തൈയാക്കി എടുക്കാം. ഇതാ ഈ ഒരു ചെടി ഉണ്ടോ, ഇതാ ഇത് കണ്ടോ, ഇത് ഞാനൊരു ചെറിയ ചട്ടിയിലോട്ടാ വച്ചിട്ടുള്ളത്. കണ്ടോ, ഒരു ചെറിയ ചട്ടിയാ. ഉണ്ടോ, അപ്പൊ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നോണ്ടേ തുളസി ചെടി ഇത്ര പടർന്ന് വലുതായിട്ടുണ്ട് കണ്ടോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ തുളസി വിശേഷം.